സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്, 8 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. ഇന്നും കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. നാളെ മുതൽ മഴയുടെ ശക്തി കുറഞ്ഞേക്കും. കൊല്ലം നീണ്ടകരയിൽ കാണാതായ ഗൗതം കൃഷ്ണയ്ക്കായി ഇന്നും വിദഗ്ധ സംഘത്തിന്റെ തെരച്ചിൽ. കടലിടുക്കുകളിലും പുലിമുട്ടുകളിലും ഡ്രോൺ നിരീക്ഷണം. പത്തൻതുറ സ്വദേശി ഗൗതം കൃഷ്ണയെ കാണാതായിട്ട് ഇന്ന് 9 ദിവസം. കടലിൽ മത്സ്യത്തൊഴിലാളികളെ കാണാതായതിൽ സർക്കാരിനെതിരെ കടുത്ത വിമർശനവുമായി ലത്തീൻ സഭ. ദുരന്തം കൈകാര്യം ചെയ്യുന്നതിൽ സർക്കാരിന് വൻ വീഴ്ച. ദുരന്ത മുഖത്ത് ഏകോപനമില്ല. മന്ത്രിമാരുടേത് അധികാരത്തിലെത്തുമ്പോൾ ഔചിത്യം മറക്കുന്ന സമീപനമെന്നും KRLCC. മഴ മാറിയിട്ടും വെള്ളമിറങ്ങാതെ ആലപ്പുഴയിലെ കുട്ടനാട് മേഖല. AC റോഡിലെ യാത്ര ദുരിതത്തിലാക്കി തുടർച്ചയായി ഉണ്ടാകുന്ന മടവീഴ്ച. മേഖലയിൽ വ്യാപകമായ കൃഷിനാശം. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത് 7000-ലധികം പേർ. വൻ ദുരന്തമുണ്ടായി 7 വർഷം പിന്നിട്ടിട്ടും ദുരിത ജീവിതം തുടർന്ന് വയനാട് പുത്തുമലയിലെ കുടുംബങ്ങൾ. പുനരധിവാസ വീടുകൾ ചോർന്നൊലിക്കുന്ന നിലയിൽ. മഴക്കാലത്ത് വെള്ളം കയറി വീട്ടുപകരണങ്ങൾ നശിക്കുന്നതും പതിവ്. കാസർഗോഡ് സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ചുള്ള സ്കൂൾ ക്വിസിൽ VD സവർക്കറെ പുകഴ്ത്തി ചോദ്യാവലി. നൽകിയത് മഞ്ചേശ്വരം, കാസർഗോഡ്, കുമ്പള ഉപജില്ലകളിലെ LP വിഭാഗം വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി നടത്തിയ ക്വിസിൽ Under-20 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പ്രതീക്ഷയോടെ ഇന്ത്യ. ഹൈജമ്പിൽ ഇന്ത്യയുടെ പൂജ സിംഗ് ഫൈനലിൽ. പൂജ അവസാന 12-ലെത്തിയത് 1.79 മീറ്റർ താണ്ടി. ഫൈനൽ പോരാട്ടം നാളെ ഉച്ചയ്ക്ക്. സ്പെയിൻ നായകനെ സ്വന്തമാക്കാൻ ബാഴ്സലോണ. റോഡ്രിയെ കുറഞ്ഞ വിലയ്ക്ക് തരില്ലെന്ന് മാഞ്ചസ്റ്റർ സിറ്റി. അവസാനഘട്ട ചർച്ചയിൽ ബാഴ്സയും സിറ്റിയും.